ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസത്തിന്റെ കീർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ കണ്ടത്. സീനായ് മലയിലേക്കുള്ള യാത്രയിൽ ചെങ്കടൽ അല്ലെങ്കിൽ സീ ഓഫ് റീഡ്സ്, ഞാങ്ങണകളുടെ കടൽ കടന്ന് ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവരുടെ അനുഭവത്തിലെ ദൈവസങ്കല്പത്തെ അവർ അവതരിപ്പിക്കുകയായിരുന്നു പുറപ്പാടിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിലൂടെ. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയവും അതുതന്നെയായിരുന്നു. ഈ ഭാഗത്തിന്റെ 2-3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ദൈവം രക്ഷകനാകുന്നുവെന്നും ദൈവം സൃഷ്ടാവാകുന്നുവെന്നും അവിടുന്ന് പിതാക്കന്മാരുടെ ദൈവമാണെന്നും അവിടുന്ന് യോദ്ധാവാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവത്തിന് കൊടുത്ത ഈ ടൈറ്റിലുകളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വിശ്വസിക്കുന്ന കർത്താവായ മിശിഹായ്ക്ക് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ആയിരിക്കും നമ്മളുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിലുള്ള വിശ്വാസത്തിന്റെ അനുഭവത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന സംഭവങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴാണ് അത് പ്രാർത്ഥനയായിട്ട് മാറ്റുന്നത്. ദൈവം എങ്ങനെയാണ് എന്നെ രക്ഷിച്ചത്, എങ്ങനെയാണ് എനിക്ക് ശക്തിയായിട്ട് നിൽക്കുന്നത്, എങ്ങനെയാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയമായിട്ട് മാറേണ്ടത്. ഈ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഇസ്രായേൽ ജനതയുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കി ചിന്തിക്കാം. 15-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഇവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വചനഭാഗമാണ് 10-ാമത്തെ വചനഭാഗം. നിന്റെ കാറ്റ് നീ വീശി കടൽ അവരെ മൂടി, ഈയക്കെട്ടുകൾ പോലെ അവർ ആഴിയുടെ ആഴത്തിലേക്ക് താണു. ഇതാണ് അവർ പറയുന്ന ഏറ്റവും വലിയൊരു തിരുവചന ഭാഗം. നഷഫ്ത ബറുവാഹ് റൂഹഹ കിസ്മോയ എന്നാണ് കൃത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ പറയുന്നത്. നീ നിന്റെ കാറ്റ് വീശി, നഷഫ്ത എന്നാ പറയുന്നത്. നെഫഷ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. നഷഫ്ത ബറുഹഹ, നീ നിന്റെ കാറ്റ് വീശി, റൂഹെ വീശി. കർത്താവിൻ്റെ റൂഹയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനതയെ രക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് ഇസ്രായേൽ ജനത്തെ രൂപപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് ഇസ്രായേൽ ജനത്തെ കടലിൽ കരയിലൂടെ എന്ന വണ്ണം യാത്ര നടത്തുന്നത്. എന്നിട്ട് പറയുകയാണ്, ഈ റൂഹ തന്നെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുന്നത്. ഇത് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം 2 എപ്പിസോഡുകൾക്ക് മുമ്പ് പറഞ്ഞ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ ഒരു പുനഃസൃഷ്ടി നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്ന് ഈ തിരുവചന ഭാഗത്ത് പറയുന്നുണ്ട്. 11-ാമത്തെ വാക്യത്തിലും ഇത് വളരെ വ്യക്തമാണ്. കർത്താവെ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? കർത്താവെ, വിശുദ്ധിയിൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അങ്ങ് വലത് കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി, അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ നയിച്ചു. ഇതെല്ലാം ഇസ്രായേലിൻ്റെ വിശ്വാസ സംഹിതയിൽ നിന്ന് കടന്നു വരുന്ന ഭാഗമാണ്. അങ്ങ് കരങ്ങൾ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി, അങ്ങ് ജനത്തെ കാരുണ്യത്തോടുകൂടി നയിച്ചു. അങ്ങാണ് ദൈവം. മറ്റു ദേവന്മാരെക്കാൾ ഒക്കെ അങ്ങാണ് ദൈവം. ഈ ലോകത്തിലെ എല്ലാ ദേവന്മാരും ദേവതകളും ഒക്കെ അണിനിരന്നാലും ദൈവമാണ് യഥാർത്ഥ ശക്തി കേന്ദ്രമായിട്ട് നിൽക്കുന്നത് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം, ഈ വചനഭാഗം ഇസ്രായേലിൻ്റെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കിടന്നിരുന്ന സാഹചര്യത്തെ സൂചിപ്പിക്കുകയാണ്. കാരണം അവിടെ ധാരാളം ദേവന്മാരും ദേവതകളും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ദൈവത്തിൻ്റെ ശക്തി നിർമ്മാർജ്ജനം ചെയ്തു. നമ്മൾ നേരത്തെ കണ്ട അല്ലെങ്കിൽ ഒരു 4 എപ്പിസോഡുകൾക്ക് മുമ്പ് കണ്ട മഹാമാരികളെക്കുറിച്ച്, പ്ലേഗ് നെറേറ്റീവ്, മഹാമാരികളെക്കുറിച്ചുള്ള ഇസ്രായേൽ ജനതയുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ കണ്ടു. ഈജിപ്തിലുണ്ടായിരുന്ന ദേവന്മാരുടെ ശക്തികളെ ദൈവമായ കർത്താവ് തൻ്റെ വലതുകരം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? ആരും തന്നെ അങ്ങേക്ക് തുല്യനായിട്ട് ഇല്ല എന്ന ഒരു വിശ്വാസത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ മനോഹരമായ മറ്റൊരു രംഗം കാണുന്നത് ഇപ്രകാരമാണ്. 17-ാമത്തെ വാക്യത്തിലാണ്. ഇസ്രായേൽ ജനതയെ ദൈവമായ കർത്താവ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇവരുടെ വിശ്വാസ ജീവിതം എടുത്ത് നോക്കിക്കേ. എല്ലാ തലങ്ങളിലും
പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മാത്രമല്ല, തുടർന്ന് വരുന്ന എല്ലാ മേഖലകളിലും ഒക്കെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയെ കാണുകയാണ്. 17-ാമത്തെ അധ്യായം അതിൻ്റെ വളരെയധികം കൾമിനേഷൻ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ പറയാണ്, കർത്താവേ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ, അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത്, അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. ഇത് വലിയൊരു വിശ്വാസത്തിൻ്റെ കൾമിനേഷനാണ് നമ്മൾ കാണുക. കാരണം ഒരു ജനത നയിക്കപ്പെടുന്നത് വാഗ്ദാന ദേശത്തേക്ക് പോവുകയാണ്. ആ വാഗ്ദാന ദേശം എന്താണ് എന്ന് കൃത്യമായിട്ട് വിവരിച്ചു കൊടുക്കുകയാണ്. പഴയ നിയമത്തിലെ, പ്രത്യേകിച്ച് പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ വാഗ്ദാന ദേശത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. തേനും പാലും ഒഴുകുന്ന ദേശം എന്നാണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. അത് മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് അതിനെക്കുറിച്ച് പരാമർശം വരുന്നത്. എന്നാൽ ദൈവശാസ്ത്രപരമായി വാഗ്ദാന ദേശം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കർത്താവെ, അങ്ങുന്നവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധഗിരിയിൽ, അങ്ങയുടെ വിശുദ്ധ മലയിൽ, അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത്, അങ്ങയുടെ നാമം പേറുന്ന സ്ഥലത്ത് അവരെ കൊണ്ടുവന്ന് വെച്ചു പിടിപ്പിക്കും, അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കും. അപ്പോൾ ഇസ്രായേൽ ജനം എവിടെയാണ് വളരേണ്ടത്? ദൈവത്തിൻ്റെ വിശുദ്ധ മലയിലാണ് വളരേണ്ടത്. ആ മലയാണ് ജെറുസലേം. ഈ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലത്താണ് കർത്താവിൻ്റെ വാസസ്ഥലം, കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് ജൂദാ ഗോത്രത്തിൽ നിന്ന് ജെറുസലേമിനെ തിരഞ്ഞെടുക്കുകയും ആ ജെറുസലേമിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവജനത്തെ ഒരുമിപ്പിക്കുകയും ചെയ്തത്. ആ ജെറുസലേമിന് കൊടുക്കുന്ന പേരാണ് ഏദൻ തോട്ടം എന്ന് പറയുന്നത്. വാഗ്ദാനത്തിൻ്റെ നാട് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേക എൻറ്റിറ്റി അല്ല, ജിയോഗ്രഫിക്കൽ എൻറ്റിറ്റി അല്ല, മറിച്ച് അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ എൻറ്റിറ്റിയാണ്. ദൈവശാസ്ത്രപരമായിട്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. കർത്താവിൻ്റെ വിശുദ്ധ മല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് ഓരോ ഗോത്രങ്ങളും ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാന ദേശം അതിൻ്റെ പൂർണ്ണതയിൽ കടന്നു വരിക. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ജോഷുവയുടെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഒക്കെ കാണുന്ന പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം ഇതാണ്. കർത്താവ് അവരെ കൊണ്ടുവന്ന് വിശുദ്ധ മലയിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കും. അത് കർത്താവ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ ഈ സ്ഥലത്തിന് പറയുന്ന പേര് ദൈവം കൊടുത്ത സ്ഥലമെന്നാണ്. നഥാൻ ഹ മക്കോം അഷേർ നഥാൻ ലാഹേം എന്ന് പറയുന്നത്. കർത്താവ് കൊടുത്ത സ്ഥലം, നിങ്ങൾക്കായി കർത്താവ് കൊടുത്ത സ്ഥലം, നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കായി ഈ സ്ഥലം നൽകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സ്ഥലം ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്, സമ്മാനമാണ്. അതുകൊണ്ടാണ് വാക്കുപയോഗിച്ചിരിക്കുന്നത്. നഥാൻ എന്ന വാക്ക് നിയമാവർത്തന പുസ്തകത്തിൽ പലതവണ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഈ സ്ഥലം ദൈവത്തിൻ്റെ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നു. ആരും ചോദിച്ചിട്ടല്ല കൊടുത്തിരിക്കുന്നത്, മറിച്ച് ഇത് സമ്മാനമാണ്. അവിടെയാണ് നട്ടുപിടിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം വളരേണ്ടത് വാഗ്ദാന ദേശത്താണ്. ആ വാഗ്ദാന ദേശത്ത് അവർ വളർന്നു കഴിയുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് അടുത്ത വാക്കിൽ കാണുന്നത്. കർത്താവ് എന്നേക്കും രാജാവായി വാഴും. ഈ രണ്ട് വചനഭാഗങ്ങൾ ഇസ്രായേലിൻ്റെ മതജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ കൾമിനേറ്റിംഗ് പോയിന്റുകളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇസ്രായേലിൻ്റെ മതജീവിതത്തിൽ അവരുടെ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ചു. നോക്കിക്കേ, ജോഷുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവേശനത്തിന് ശേഷം ദൈവം എന്തൊക്കെ ചെയ്തു? ഒരു കോൺകസ്റ്റ് നടത്തുകയാണ്. ആ ദേശം മുഴുവനും ഇസ്രായേലിൻ്റെ പിടിയിലേക്ക് കൊണ്ടുവരികയാണ്. കോൺകസ്റ്റ്, ജോഷുവയുടെ നേതൃത്വത്തിൽ ഒരു കോൺകസ്റ്റ് നടത്തുകയാണ് ഇവിടെ. അതിനുശേഷം ജോഷുവ ഇസ്രായേൽ ജനത്തിലെ ഓരോ ഗോത്രങ്ങൾക്കും സ്ഥലം വീതിച്ചു കൊടുക്കുന്ന രംഗമാണ് ജോഷുവയുടെ പുസ്തകത്തിന്റെ 13 മുതലുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. ആ സ്ഥലമെല്ലാം വീതിച്ചു കിട്ടിയതിനു ശേഷം ഇസ്രായേൽ എല്ലാവരും ഒന്നിച്ചവിടെ താമസിച്ചു. കർത്താവിന് ഒരു ബലിപീഠം പണിതു, അവർ ബലിയർപ്പിച്ചു എന്ന് ജോഷുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിലെ സമാപന വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു. തുടർന്ന് വരുന്ന കാലഘട്ടത്തിൽ ഇവരെല്ലാവരും ഈ വാഗ്ദാന പേടകത്തോട് ചേർന്ന് നിന്ന് ജീവിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രമേയം. പക്ഷേ എന്ത് സംഭവിക്കുന്നു? പലരും ദൈവത്തെ അറിയാത്ത, അല്ലെങ്കിൽ അവിടുത്തെ ചെയ്ത മഹാകാര്യങ്ങൾ ഓർക്കാത്ത ഒരു ജനമായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത്.
നട്ടുപിടിപ്പിച്ച ജനം ദൈവം ആരാണെന്ന് മനസ്സിലാക്കാതെ പോകുന്നു. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുക. തുടർന്ന് വരുന്ന കാലഘട്ടങ്ങളിൽ മുഴുവനും ഇവർക്ക് അധപ്പതനങ്ങളുടെ കാലഘട്ടമാണ്. അപ്പോഴാണ് അവർ വിചാരിക്കുന്നത് മറ്റു ജനതകളെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവ് വേണം. ഉടനെ അവർ സാമൂഹലിനോട് പറയുന്നു, മറ്റു ജനതകളെ പോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ നീ തരിക എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ സാമൂഹൽ പറയുന്നു, ദൈവമാണ് യഥാർത്ഥത്തിലുള്ള രാജാവ്. 1 സാമൂഹലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലാണ് കൊടുത്തിരിക്കുന്നത്. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവമായ കർത്താവ് സാമൂഹലിനോട് പറയുകയാണ്, അല്ലയോ സമൂവേലേ, നീ ഇവർ പറയുന്ന വചനങ്ങൾ കേൾക്കുക, വാക്കുകൾ കേൾക്കുക, അല്ലെങ്കിൽ ഇവരുടെ സ്വരത്തിന് നീ കാതോർക്കുക. എന്നിട്ട് പറയുകയാണ്, അവർ എന്നെയല്ല നിന്നെയല്ല മറിച്ച് എന്നെയാണ് അവർ നിരാകരിച്ചിരിക്കുന്നത്. നിന്നെയല്ല മറിച്ച് എന്നെയാണ് നിരാകരിച്ചിരിക്കുന്നത്. എന്തിനാണ്? ഒരു പുതിയ രാജാവിനെ കിട്ടാൻ തക്ക വിധം എൻ്റെ രാജ്യത്വത്തെ നിരാകരിച്ചു എന്നാ പറയുന്നത്. ദേ ഹാവ് റിജക്റ്റഡ് നോട്ട് യു ബട്ട് മീ ഇൻ മേക്കിംഗ് ദ കിങ് ഓവർ ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യത്വത്തെ നിരാകരിച്ച ഒരു ജനം വീണ്ടും എന്ത് സംഭവിക്കുന്നു? ആ ജനത്തിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് എക്സൈൽ എന്ന് പറയുന്നത്, പ്രവാസം എന്ന് പറയുന്നത്. വീണ്ടും പ്രവാസത്തിന് ശേഷം കർത്താവിൻ്റെ ജനം അവരെ തിരിച്ചറിയുകയും തിരികെ വാഗ്ദാന ദേശത്തേക്ക് വന്ന് അവർ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്, ദൈവമേ നീയാണ് ഞങ്ങളുടെ രാജാവ്. സക്കറിയായുടെ പുസ്തകം 14-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഈ വചനഭാഗത്തിൻ്റെ പൂർണ്ണതയായിട്ട് നിൽക്കുകയാണ്. കർത്താവേ നീയാണ് ഞങ്ങളുടെ രാജാവ് എന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് നിൽക്കുകയാണ്. ആ പൂർണ്ണതയാണ് യഥാർത്ഥത്തിൽ ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ സൂചിപ്പിക്കുക. അപ്പോൾ നോക്കിക്കണം, ഈ വചനഭാഗങ്ങൾ ആദിമ കാലഘട്ടം ഇസ്രായേലിൻ്റെ മതജീവിതത്തിലെ ഒരു പ്രാർത്ഥനയുടെ ഗീതം അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ തരംഗം സൃഷ്ടിച്ച ഗീതമായിരുന്നെങ്കിൽ ആ വിശ്വാസമാണ് പിൽക്കാലങ്ങളിൽ അവർ അനുഭവിച്ചിരുന്ന യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്. അപ്പം അതുകൊണ്ട് ഈ വചനഭാഗത്തിൻ്റെ ബേസിസ് നിന്നുകൊണ്ടാണ് തുടർന്ന് വരുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവശാസ്ത്രം മുഴുവനും രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം എങ്ങനെ രാജാവാകുന്നു, ദൈവം എന്താണ് ഇസ്രായേലിന് വേണ്ടി ചെയ്തത്, ആരംഭം മുതലുള്ള കഥകൾ പറയുകയാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്ന് വിശേഷിപ്പിക്കുന്നത്. ആദ്യ ഭാഗങ്ങളിൽ പറയുന്ന ദൈവം ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന, ദൈവം സൃഷ്ടാവാണെന്നും ദൈവം രക്ഷകനാണെന്നും ദൈവം ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണെന്നും ഒക്കെയുള്ള സൂചനകൾ നൽകുന്ന ഭാഗം ഇസ്രായേലിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തെയും പുറപ്പാടിൻ്റെ പുസ്തകത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നെങ്കിൽ, അതിനുശേഷം നടക്കുന്ന ഈ കർത്താവ് യോദ്ധാവാകുന്നു എന്ന് പറയുന്ന ഭാഗം യോശുവയുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം, അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ അവസാനത്തെ കൊണ്ടുവന്നിരിക്കുന്ന ഭാഗം കർത്താവ് രാജാവാകുന്നു. എന്താണ്? ഇസ്രായേലിനെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന രംഗമാണ് കാണുക. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തെ 2 തരത്തിലുള്ള എക്സോഡസ് ആയിട്ട് നമ്മൾ കാണുക. ഇസ്രായേലിൻ്റെ ചരിത്രത്തെ ഒന്നാമത്തെ എക്സോഡസ് പുറപ്പാടിൻ്റെ പുസ്തകം മുതൽ അവസാനിക്കുന്ന ജോഷുവയുടെ പുസ്തകം വരെ, അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം വരെ 2-ാമത്തെ അധ്യായം വരെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ, രണ്ടാമത്തെ എക്സോഡസിന്റെ കാരണങ്ങൾ ആരംഭിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 11 മുതൽ രാജാക്കന്മാരുടെ പുസ്തകം വരെയാണ് കാരണങ്ങളിലേക്ക് പോകുന്നത്, എക്സൈലിൻ്റെ കാരണങ്ങൾ. അതിനുശേഷം വരുന്ന എക്സോഡസ് എന്ന് പറയുന്നത് യെശയ്യായുടെ പുസ്തകത്തിൻ്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കാണുന്നത്, തിരികെ വാഗ്ദാന ദേശത്തേക്ക് ഇസ്രായേൽക്കാർ വരുമ്പോൾ. അപ്പോൾ ഇതുകൊണ്ട് ഈ പുസ്തകം, ഈ പ്രത്യേകിച്ച് ഈ പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം നമ്മളെ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ്റെയും ഒരു സ്ട്രക്ചറായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു മാപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ടേബിൾ പോലെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും എങ്ങനെയാണ് ദൈവം രാജാവാകുന്നതെന്നും ദൈവം രക്ഷകനാകുന്നതെന്നും ഒക്കെയുള്ള അനുഭവങ്ങൾ ഈ ടേബിളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെപ്രകാരമാണ് വാഗ്ദാന ദേശത്തേക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ തിരികെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോകുന്നതെന്നും ദൈവത്തിൻ്റെ ജനം എങ്ങനെ ദൈവത്തെ രാജാവായിട്ട് വാഴിക്കുന്നതെന്നുമുള്ള ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഒന്നാമത്തെ ഭാഗത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ വാഗ്ദാന ദേശത്തേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള
ആദ്യത്തെ ഭാഗം നമ്മൾ സമാപിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം യാത്രയുടെ വിവരണങ്ങളെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് 15-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാത്രയുടെ വിവരണത്തെക്കുറിച്ചാണ്. വിൽഡർനെസ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് അവർ യാത്ര ചെയ്യുന്നത്? ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം മുതൽ ജോഷുവയുടെ പുസ്തകം വരെ ഈ എക്സോഡസ് ജേണിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ പല തരത്തിൽ പല സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ സ്ഥലങ്ങളിലെ പ്രത്യേകതകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളിലും നടന്ന സംഭവങ്ങളൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അത് നടന്ന സംഭവങ്ങളും അതിൻ്റെയൊക്കെ ഓരോ പ്രത്യേകതകളുമൊക്കെ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഈ യാത്രാ വിവരണത്തിൽ പ്രത്യേകിച്ച് 15-ാം അധ്യായം 22 മുതലുള്ളതാണ് വിൽഡർനെസ് എക്സ്പീരിയൻസ് ആരംഭിക്കുക. എന്നാൽ യാത്ര ആരംഭിക്കുന്നത് തന്നെ 14-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇറങ്ങി വാഗ്ദാന ദേശത്തേക്ക് പോകുന്നതിനെ സൂചിപ്പിക്കുകയാണ്. എവിടെയൊക്കെ പോകുന്നു എന്നൊന്ന് മനസ്സിലാക്കുക നല്ലതാണ്. സംഖ്യയുടെ പുസ്തകം 33-ാമത്തെ അധ്യായം പ്രത്യേകിച്ച് ഓർക്കുക. സംഖ്യയുടെ പുസ്തകം 33-ാമത്തെ അധ്യായം ഓരോ സ്റ്റേഷനെ കുറിച്ചും, ഇസ്രായേൽ പോകുന്ന ഓരോ സ്റ്റേഷനെ കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എവിടം ആരംഭിക്കുന്നു? റാംസസ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ജെറീക്കോ പട്ടണം വരെയുള്ള പ്രദേശത്തെക്കുറിച്ചുള്ള സൂചനകളാണ് 33-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്പേഴ്സിൻ്റെ പുസ്തകം അല്ലെങ്കിൽ സംഖ്യയുടെ പുസ്തകം 33-ാമത്തെ അധ്യായം. 40 വർഷം ഇവർ ഈ യാത്ര എടുത്തു എന്നാണ് തിരുവചനം പറയുക. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചായിരുന്നു എന്തുകൊണ്ടാണ് 40 വർഷം എടുക്കാൻ കാരണം. അത് ഇസ്രായേലിന്, അത് വിശുദ്ധഗ്രന്ഥപരമായിട്ട് നോക്കുമ്പോൾ, ദൈവശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് കാണുന്നത് 40 വർഷം ഒരു റിപ്പറേഷൻ്റെ വർഷങ്ങളാണ്. ഇസ്രായേലിന് അതൊരു റിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരാനും പാപത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാനുമുള്ള ഒരു 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 റിപ്പറേഷൻ, ഒരു പെനൻസിൻ്റെ അല്ലെങ്കിൽ ഒരു കൺവേർഷൻ്റെ ഒക്കെ ഒരു അനുഭവമായിട്ടാണ് 40 വർഷത്തെ സൂചിപ്പിക്കുക. നമ്മൾ എസെക്കിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എസെക്കിയേൽ പ്രവാചകന് ഒരു ദർശനം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: ഒരു ഇഷ്ടികയുടെ കല്ലെടുത്തിട്ട് ആ കല്ലുകൊണ്ട് ഒരു ചുവരിൽ ഇസ്രായേലിൻ്റെ പടം വരയ്ക്കുക. പടം വരച്ചിട്ട് അതിൽ നോർത്തേൺ സൈഡിൽ അങ്ങ് വടക്കു ഭാഗത്ത് പോകുമ്പോൾ എന്താ എഴുതേണ്ടത്? 390 ദിവസം നീ അവിടെ പോയി കിടക്കുക. ഇനി ജൂദാ പ്രദേശമായ സദേൺ ഭാഗത്ത് തെക്കു ഭാഗത്ത് വരുമ്പോഴത്തേക്കും നീ 40 വർഷത്തോളം അവിടെ കിടക്കുക. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? 40 വർഷം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പെനൻസിൻ്റെ, റിപ്പറേഷൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, ഇസ്രായേൽ യാക്കോബ് ഹാരാനിൽ പോയി 20 വർഷം അദ്ദേഹം ജോലി ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാപത്തിൻ്റെ റിപ്പറേഷൻ നടക്കുന്നത് 20 വർഷം കൊണ്ടാണ്. അത് എന്താണ്? 40 വർഷത്തിൻ്റെ പകുതി ഭാഗമാണ് അവിടെ കാണുക. അപ്പം ഇങ്ങനെയുള്ള സംഖ്യകൾ, നമ്പേഴ്സുകളൊക്കെ തന്നെ ചില പ്രത്യേക സൂചനകൾ നമുക്ക് നൽകുകയാണ്. 40 വർഷം ഇവർ പോകുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ റിപ്പറേഷനാണ്, പാപത്തിൽ നിന്നുള്ള വിമോചനത്തെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ ജെറമിയയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് 24-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് 70 വർഷത്തെ എക്സൈൽ എന്നാണ്. അതിന് ജെറമിയ വേറൊരു എക്സ്പ്ലനേഷൻ നൽകുന്ന ഇപ്രകാരമാണ്: 70 സാബത്ത് വർഷങ്ങൾ ഇസ്രായേൽ ജനം തങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു. സാബത്ത് നന്നായിട്ട് ആചരിക്കാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് ഈ 70 വർഷത്തെ സാബത്ത് ആചരണത്തെ 70 വർഷത്തെ കഠിനമായ യാതനകളുമായിട്ട് ബന്ധിപ്പിച്ച് അതിനെ റിപ്പറേഷനാക്കിക്കൊണ്ടാണ് പിന്നീടാണ് അവർ തിരിച്ചു വരുന്നത്. ഇങ്ങനെയുള്ള ചില ചിന്തകൾ ആണ് പ്രധാനമായിട്ടും നമുക്ക് ആരംഭത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് 40 വർഷം എടുത്തു. ദൈവശാസ്ത്രപരമായിട്ട് 40 വർഷം എന്ന് പറയുന്നത് ഈ ഒരു ചിന്തയാണെങ്കിൽ, ഹിസ്റ്റോറിക്കലായിട്ട് ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമാണ്. കാരണം യാം സൂഫ് കഴിഞ്ഞിട്ട് നേരെ അവർ ഷൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടെ, എഥാം എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോയി. അതിനുശേഷം അവർ പോകുന്നത് മാറായിലൂടെ പോകുന്നു, അതുപോലെ തന്നെ എലീമിലൂടെ പോകുന്നു. അതിനുശേഷം റഫദീമിൽ വരുന്നു. അതിനുശേഷം അവർ നേരെ പോകുന്നത് സീനായിലേക്ക് പോകുന്നു.
സീനായിൽ നിന്ന് അവര് പോകുന്നത് കാദേശിലേക്ക് പോകുന്നു, കാദേശ് ബർണയിലേക്ക് പോകുന്നു. കാദേശ് ബർണയിൽ നിന്ന് ഏദോമിലേക്ക് പോകുന്നു. ഏദോമിൽ നിന്ന് മോവാബിലേക്ക് പോകുന്നു. മോവാബിൽ നിന്ന് ജോർദാൻ നദി കടന്ന് ഗിൽഗാലിലേക്ക് പോകുന്നു. ഗിൽഗാലിൽ നിന്ന് നേരെ ജെറീക്കോയിലേക്ക് പോകുന്നു. ഇതാണ് ഇസ്രായേലിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് പോകുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിലുണ്ട്. കാരണം ഈ സീനായി മലയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പല മേഖലകളിലും ചിലപ്പം ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ കാനാനെ സിറ്റി സ്റ്റേറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള പ്രവേശനം ദുഷ്കരമാവുന്നു. കാദേശ് ബർണയിൽ നിന്ന് പോകുമ്പോൾ അവിടെയും ചില പ്രത്യേകതകളും ദുഷ്കരമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ കാണുന്നു. ഏദോംകാർ അവരുടെ സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. മോവാബുകാർ അവരുടെ പ്രദേശത്തൂടെ പോകാൻ അനുവദിച്ചു. വളരെ വർഷങ്ങളോളം അവർ മോവാബ് താഴ്വരയിൽ നിന്നു. അതിനുശേഷമാണ് അവർ കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു ചരിത്ര സംഭവത്തിലൂടെയാണ് നമ്മൾ 40 വർഷം ഹിസ്റ്റോറിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നത് ചുമ്മാ പെട്ടെന്ന് പോകുന്നതല്ല, മറിച്ച് ദൈവം അവരുടെ പാപത്തിന് തക്കതായ ശിക്ഷ നൽകുകയും അവരെ പാപത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ദൈവം ആരാണ് എന്നുള്ളതിൻ്റെ ആഴമായ ഉൾക്കാഴ്ചയിലേക്കും ബോധ്യത്തിലേക്കും കൊണ്ടുവരുന്നതാണ് 40 വർഷത്തെ അവരുടെ യാത്ര. അതുകൊണ്ട് ആ യാത്രയാണ് പ്രധാനമായിട്ടും ഈ വചനഭാഗങ്ങളിലൂടെ കാണുന്നത്. എന്നാൽ വേറൊരു രീതിയിൽ അവർക്ക് പോകാമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അവർക്ക് മെഡിറ്ററേനിയൻ കടലിൻ്റെ സൈഡിൽ കൂടെ പോകാം. പക്ഷേ ആ യാത്ര ദുഷ്കരമായിരുന്നതിനാൽ അവർ വേറെ വഴി നിർത്തി. അതും ദൈവശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ ദൈവം അവരെ എങ്ങനെയാണ് വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുക്കിയത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഇസ്രായേലിൻ്റെ യാത്രാ വിവരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവരുടെ മരുഭൂമി അനുഭവത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. ജീവൻ നൽകും വചനം. ജ്ഞാനം നൽകും വചനം.